ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ചിക്കൻ പക്കവടേൻ്റെ റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കണ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പക്കവട ഉണ്ടല്ലോ, ചിക്കൻ വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു പക്കവട ഉണ്ടോ ഒന്ന് ഷെയർ ചെയ്യണത്. അപ്പോൾ കുറേ ആയിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ചിക്കൻ ചെറിയ പീസാക്കി തീരെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പീസ് എടുത്തിട്ടുണ്ട്, അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 സവാള അതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ വേസ്റ്റാക്കിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, കറിവേപ്പില എല്ലാം കൂടെ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടിയാണ് ചേർക്കുന്നത്. 4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിലേക്ക് ഞാൻ ചിക്കൻ മസാല 2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പക്കവടേൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കൈവച്ച് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കട്ടെ. വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടൈം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. മാറ്റി വെക്കണമെന്നൊന്നുമില്ല, ഞാൻ കുറച്ച് ടൈം മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഓയിൽ ഒഴിച്ച് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിലൊന്ന് വെള്ളമൊക്കെ ആക്കിയിട്ട് ഈ മാവിൽ ഈ മിക്സിയിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ നുള്ളിയിട്ടെടുക്കട്ടെ. ഇതിലെ കനം കുറച്ചിട്ടാണ് ഞാൻ അത് ഇട്ടെടുക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിക്കാതെ ചിക്കൻ ഇതിൽ ചേർക്കണോണ്ട് ചെറുതായിട്ട് തന്നെ ചെറിയ നുള്ളി ഇങ്ങനെ ഇതുപോലെ നുള്ളി ഇങ്ങനെ ഇട്ടുകൊടുക്കട്ടെ. ചെറുതാക്കിയിട്ട് ഇട്ടുകൊടുക്കുക. എന്നാലേ ഉള്ളിലുള്ള ചിക്കനും കൂടെ വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ട് തന്നെ ഇരുന്നോട്ടെ. അങ്ങനെ ഒരു ഭാഗം ഫ്രൈ ആയി കിട്ടുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് അതുപോലെ വേവിച്ചെടുക്കുക. ഇനി കളറൊക്കെ ഒന്ന് മാറി നമ്മൾ ചട്ടിയിൽ നിന്നൊക്കെ എടുക്കാനായിട്ട് വരുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് പച്ചമുളക്, കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കട്ടെ. ഈ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇതിലിട്ട് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ നല്ലൊരു ഫ്ലേവറാട്ടോ. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു പക്കവടേൻ്റെ അതേ ടേസ്റ്റ് കിട്ടും. നല്ലൊരു ഫ്ലേവർ വരും ഇതും കൂടെ ഇതിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ. പച്ചമുളക് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പക്കവട ഏകദേശം നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കളറൊക്കെ മാറി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല ചിക്കൻ പക്കവട, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പക്കവട റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തട്ടുകടയിൽ നിന്നുള്ള ഈ ഒരു ഐറ്റം നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതേ ടേസ്റ്റോടെ അതേ ക്രിസ്പിനെസ്സോടെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.